ആലപ്പുഴയിലേക്ക് പോകുമ്പോൾ അവിടെ ഷാജഹാൻ ചേരുന്നുണ്ട്. ഷാജഹാൻ, LDF പ്രചാരണം അതിങ്ങനെ തകൃതിയായി നടക്കുന്നുണ്ട്. പക്ഷേ മറ്റൊരു ഭാഗത്ത് നോക്കുമ്പോൾ ഇതാ UDF-നെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഇപ്പോഴും ഒരു തീരുമാനമായിട്ടില്ല. കഴിഞ്ഞ ദിവസം നമുക്കറിയാം അവിടെ ബൂത്ത് പ്രസിഡന്റ് അടക്കം ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടാവുകയാണ്. നമുക്കറിയാം ആനന്ദ് BJP നേതാവാണ്. അദ്ദേഹം ആത്മഹത്യ ചെയ്തതിൻ്റെ ആ ഒരു ഞെട്ടലിൽ നിന്ന് ഇപ്പോഴും കേരളം മുക്തരായിട്ടില്ല എന്നുള്ളതാണ്. അതിനു മുൻപാണ് ആലപ്പുഴയിലും ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. തീർച്ചയായിട്ടും ഭദ്ര സൂചിപ്പിച്ച പോലെ തന്നെ കായംകുളം പത്തിയൂർ സ്വദേശിയാണ് കഴിഞ്ഞ ദിവസം ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. വീട്ടുകാർ അത് കണ്ടതുകൊണ്ട് മാത്രം രക്ഷപ്പെടുകയായിരുന്നു. അല്ലെങ്കിൽ വലിയ ഒരു സംഭവം തിരുവനന്തപുരത്തിന് സമാനമായിട്ട് ആലപ്പുഴയിലും സംഭവിക്കുമായിരുന്നു, കോൺഗ്രസിലും സംഭവിക്കുമായിരുന്നു. കോൺഗ്രസിൻ്റെ ബൂത്ത് പ്രസിഡൻ്റാണ് അദ്ദേഹം. പലരെയും വിജയിപ്പിക്കാൻ വേണ്ടി പല തിരഞ്ഞെടുപ്പുകളിലും അഹോരാത്രം പണിയെടുത്തൊരു വ്യക്തിയാണ് ജയപ്രദീപ്. അദ്ദേഹത്തിന് നേരത്തെ തന്നെ പാർട്ടി സ്ഥാനാർത്ഥിത്വം നൽകിയിരുന്നു. നിങ്ങളായിരിക്കും ഇവിടെ മത്സരിക്കുന്ന 19-ാം വാർഡിൽ മത്സരിക്കുന്ന നിങ്ങളായിരിക്കും എന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം കാശ് കയ്യിലില്ലാഞ്ഞിട്ടും കടം വാങ്ങി ഫ്ലെക്സുകളും മറ്റും അടിച്ചു. അദ്ദേഹം പ്രചരണം ആരംഭിച്ചു. ഇന്നലെ രാവിലെയോടുകൂടിയാണ് അദ്ദേഹത്തിന് കൃത്യമായൊരു വിവരം ലഭിക്കുന്നത്. തൻ്റെ സീറ്റ് ഘടകകക്ഷിക്ക് നൽകാനായിട്ട് നേതൃത്വം തീരുമാനിച്ചു. അങ്ങനെ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് പുറത്തിറങ്ങാൻ കഴിയാത്തൊരു സ്ഥിതിവിശേഷമുണ്ടായി. വോട്ട് ചോദിച്ച് നടന്ന വീടുകൾക്കൊക്കെ ഇനി മറ്റൊരു സ്ഥാനാർത്ഥിയോടൊപ്പം ചെല്ലുന്നതിലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു മനോവിഷമം അത് തന്നെയാണ് അദ്ദേഹത്തെ ആത്മഹത്യയിലേക്ക് നയിച്ചത്. അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നതിന് വേണ്ടി ശ്രമിച്ചു. വീട്ടുകാർക്ക് നേരത്തെ തന്നെ ഇത്തരം ഒരു സംഭവം അവർ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ അവർ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അകത്ത് കയറി വാതിലടച്ചപ്പോൾ വാതിൽ ചവിട്ടി തുറന്ന് അദ്ദേഹത്തെ ആ ശ്രമത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുകയായിരുന്നു. അദ്ദേഹം ഇപ്പോൾ മാനസികമായിട്ട് ആകെ തകർന്ന ഒരു നിലയിലാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിന് ഇനിയിപ്പോൾ സ്ഥാനാർത്ഥിത്വം അല്ലെങ്കിൽ കൈപ്പത്തി ചിഹ്നം കൊടുത്തില്ല എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ വരും ദിവസങ്ങളിൽ മാനസിക നില എന്താകുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. എന്തായാലും അത് കായംകുളത്ത് കോൺഗ്രസിനുള്ളിലും ഒക്കെ തന്നെ അതൊരു വലിയ സംഭവമായിട്ട് മാറി. പക്ഷേ നേതൃത്വത്തെ ഇത് കാര്യമായിട്ട് ബാധിച്ചിട്ടില്ല. അവരതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നത് തങ്ങൾക്ക് അതിനകത്ത് യാതൊരു പങ്കുമില്ല എന്നുള്ള രീതിയിലാണ് നേതൃത്വത്തിൻ്റെ നിലപാട്. ഏതായാലും ഇന്ന് വൈകുന്നേരത്തിന് മുൻപായിട്ട് 5 മണിക്ക് മുൻപായിട്ട് ഇന്ന് കോൺഗ്രസിൻ്റെ പൊതുവെ UDF-ൻ്റെ ജില്ലാ നേതാക്കൾ സ്ഥാനാർത്ഥികളെയൊക്കെ തന്നെ പ്രഖ്യാപിക്കുമെന്നാണ് നേതാക്കൾ അറിയിച്ചിരിക്കുന്നത്. അതിന്ന് ഉച്ചയ്ക്ക് ശേഷം ഉണ്ടാകും. അങ്ങനെ വരുമ്പോൾ അതിനുശേഷം എന്തൊക്കെയായിരിക്കും ഇനി സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് കണ്ടറിയണം. എന്തായാലും LDF-ൻ്റെ വാർഡ് തലത്തിലുള്ള, അതായത് പ്രാദേശിക തലത്തിലുള്ള കൺവെൻഷനുകളും നഗരസഭാ തലത്തിലുള്ള കൺവെൻഷനുകളും ഒക്കെ തന്നെ ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്നു വരികയാണ്. ഏതാണ്ട് 300-ഓളം സ്ഥാനാർത്ഥികൾ ഇതിനോടകം തന്നെ ജില്ലയിൽ നാമനിർദ്ദേശ പത്രിക നൽകി കഴിഞ്ഞു. 12 രംഗത്തൊക്കെ തന്നെ LDF നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നു. അവരൊക്കെ തന്നെ സജീവമാണ്. ജില്ലയിൽ കോൺഗ്രസിൻ്റെ തന്നെയാണ് ഇപ്പോൾ ഹരിപ്പാട് പരിശോധിച്ച് കഴിഞ്ഞാൽ തന്നെ ഹരിപ്പാട് മണ്ഡലത്തിൽ മുസ്ലിം പ്രാതിനിധ്യമുള്ള വിഭാഗത്തിൽ അല്ലെങ്കിൽ ആ പ്രദേശത്ത് പോലും കാര്യമായിട്ട് മുസ്ലിം സ്ഥാനാർത്ഥികളെ പരിഗണിക്കുന്നില്ല. ഹരിപ്പാട് മണ്ഡലത്തിൽ മുസ്ലിംസിനെ പൂർണ്ണമായിട്ടും ഒഴിവാക്കി എന്നൊരു പരാതി പൊതുവെ മുസ്ലിം സംഘടനകൾക്കിടയിലും സംബന്ധിച്ചിടത്തോളം അത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധി തന്നെയാണ് ആലപ്പുഴയിലും നേരിട്ടുകൊണ്ടിരിക്കുന്നത്.